നമസ്കാരം. അവിടെ ഇവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത്, അവന്മാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അവന്മാരൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. നിങ്ങളും വന്നിരുന്ന് മുഖ്യമന്ത്രിയെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങളെ പറ്റി എന്തായിരിക്കും പറയുന്നത്? അവ ഇവിടെ വേണ്ടില്ല തെണ്ടിത്തിരിഞ്ഞ് നടന്നവയില്ല, ബിഗ് ബോസിലെ കണ്ടിരുന്ന് മുണ്ടുപോക്കിയൊക്കെ കാണിച്ച് ചുമ്മാ അവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുത്തേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊള്ളുമോ? നിങ്ങൾക്ക് മേ ബി അത് കൊള്ളത്തിലായിരിക്കാം. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അഖിൽ മാരാർ, ഫിറോസ് ഖാൻ, ബിഗ് ബോസ് സീസൺ 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാരാർ കുറെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ DFK വേറെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മാരാറിന്റെ ഒരു സ്റ്റോറി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെ പറ്റിയിട്ട് 2 വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. എനിക്കിപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് ഈ ഒരു വിഷയത്തിൽ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ മാരാർ ഇന്നലെ പറഞ്ഞ ഒരു വൃത്തികെട്ട ഡയലോഗ് എന്ന് തന്നെ പറയാം. അതിനകത്ത് ഈ യൂട്യൂബേഴ്സിനെയൊക്കെ എന്തുവരുന്നത് അവിടെ ഇവിടെ കിടന്ന് വിമർശിക്കുന്ന കുറെ പട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആ സംഭവം ഒന്ന് കേട്ട് നോക്കാം. നമസ്കാരം. അവിടെ ഇവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത്, അവന്മാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അവന്മാരൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് നേർക്കുനേരെ സംവദിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് നേർക്കുനേരെ സംവദിക്കാം. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റുകളും എൻ്റെ തെമ്മാടിത്തനങ്ങളും എൻ്റെ നിലപാടില്ലായ്മകളും എൻ്റെ കഴിവുകേടും ഒക്കെ തന്നെ വലിച്ചു കയറാനുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരാൾ പോലും ചേട്ടാ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അഖിലെ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ഡേറ്റും തീയതിയും ഫിക്സ് ചെയ്തോളൂ, ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി സംസാരിച്ച് തീർച്ചയായും ഇത്തരം ഒരു സംവാദത്തിന് നമുക്ക് തയ്യാറാകാമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ചങ്കുറപ്പും അല്ലെങ്കിൽ അതിനുള്ള ഒരു നട്ടലിന്റെ ഉറപ്പുമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാം. പണ്ട് നമ്മുടെ ോട് പറഞ്ഞത് നിങ്ങൾ അടച്ചിട്ട റൂമിൽ ഒരു മൊബൈൽ എടുത്തു വെച്ച് ഈ ലോകത്തെ മുഴുവൻ വിമർശിച്ച് നന്നാക്കാൻ ശ്രമിച്ചോളൂ. നേർക്ക് നേരെ മൂത്ത്. ഓക്കെ, അപ്പൊ മാരാർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കിടക്കുന്ന കുറെ പട്ടികളൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് ഇങ്ങനെ കുരയ്ക്കുന്നല്ലാതെ അവർക്ക് മേ ബി റീച്ചിന് വേണ്ടിയിട്ടൊക്കെയുള്ള രീതിയിലായിരിക്കുമെന്ന് മാരാറിന്റെ കൂട്ടുകാർ പറഞ്ഞു എന്ന്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എനിക്ക് ബേസിക്കലി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി അഖിൽ മാരാർ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മൂപ്പന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നതും വേറെ ആൾക്കാരുടെയൊക്കെ ഫോണിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങൾ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ പട്ടികളെയൊക്കെ വിളിച്ചിട്ട് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുന്നത്? അതും പോരാതെ നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്ന ഈ പട്ടികളെന്ന് വിളിച്ച കുറെ വായി നോക്കികളുണ്ടല്ലോ, ഇവന്മാരെന്തിനാണ് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവന്മാരും വിളിച്ചിട്ടുണ്ട്, പല യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരത് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ചലഞ്ച് അക്സെപ്റ്റ് എടുക്കുന്നില്ലെന്ന്. നിങ്ങളുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും റെഡി. ഞാൻ ആക്ച്വലി ഒരു ചെറിയ യൂട്യൂബർ ആയിരിക്കാം മേ ബി. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് വലിയ യൂട്യൂബേഴ്സ്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, മൂപ്പന്റെ കേസ്. മൂപ്പന്റെ അടുത്തൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വേണമെങ്കിൽ, മൂപ്പൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും വരാം, നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ഓപ്പൺ ഡിബേറ്റ് തന്നെ വെക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വാ, നമ്മൾക്കും കുറെ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഈ ബിഗ് ബോസിനകത്ത് ചെല്ലുന്നതും നിങ്ങൾ കപ്പടിച്ചതും ശരിയാണ്. നിങ്ങൾക്ക് കഴിവില്ലാതെ നിങ്ങൾ പോയൊരു വ്യക്തിയല്ല, നിങ്ങൾക്ക് കഴിവുണ്ട്. അതിനകത്ത് നിങ്ങൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ ആയിരുന്നു. ഫുൾ എന്റർടൈൻമെന്റ് എല്ലാ കാര്യങ്ങളും എല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെ. ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല സീസൺ 5 എനിക്ക് ഭയങ്കരമായി മോശമായിട്ട് തോന്നിയിട്ടുണ്ടോന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളിനകത്തോട്ട് ബേസിക്കലി ഒരിക്കലും എന്താ പറയണ്ട യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പം പറഞ്ഞൊരു കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു പട്ടികളാണ്, നിങ്ങളെല്ലാം വെറും എന്ത് പറയുന്നത് ഭയങ്കര പുച്ഛത്തോടുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ വന്ന വഴി എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളും മുഖ്യമന്ത്രിയെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങളെ പറ്റി എന്തായിരിക്കും പറയുന്നത്? അവ ഇവിടെ വേണ്ടില്ല തെണ്ടിത്തിരിഞ്ഞ് നടന്നവയില്ല, ബിഗ് ബോസിലെ കണ്ടിരുന്ന് മുണ്ടുപോക്കിയൊക്കെ കാണിച്ച് ചുമ്മാ അവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുത്തേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊള്ളുമോ? നിങ്ങൾക്ക് മേ ബി അത് കൊള്ളത്തിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും അതൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കൊള്ളുമായിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര വലിയ സംഭവമാണ്, ഞാൻ എന്തോ മറ്റേ മറിച്ചതാണ്, അങ്ങനല്ല. നിങ്ങൾ എന്താ പറയണ്ടേ, നിങ്ങൾക്കൊരു ക്വാളിറ്റി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ബിഗ് ബോസിനകത്ത് നിങ്ങൾ ജയിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള നിങ്ങളെ ഉള്ളൂ, അല്ലാതെ വേറെ ആരും അതിനകത്ത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒന്നും തോന്നിയിട്ടുമില്ല. പിന്നെ DFK പറയുന്ന കുറെ കാര്യങ്ങളിനകത്തോട്ട് എനിക്കും യോജിപ്പില്ലായിരുന്നു. പുള്ളി പറയുന്ന ഏറ്റവും വൃത്തിയുടെ സീസൺ ആയിരിക്കും, സീസൺ 3 ആണ് ഏറ്റവും വലിയ. എനിക്ക് സീസൺ 3 ഒന്നും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
ആ പുള്ളിക്കാരൻ ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങേര് കണ്ടന്റ് കൊടുക്കാനും എല്ലാം അങ്ങേരുടേതായിട്ടുള്ള രീതിയിലുള്ള ടാലന്റും ഉണ്ട്. ഓക്കെ, എനിവേ ഓക്കെ, നിങ്ങളുടെ ഈ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മൂപ്പൻ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൂപ്പന്റെ വീഡിയോ ഇവിടെ വെക്കാം. മൂപ്പൻ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബിഗ് ബോസ് വീട്ടിനകത്ത് മെഡിക്കൽ റൂമിൽ പോയപ്പോഴത്തേക്ക് തിരിച്ചു വന്നതിന്റെ ഉൾപ്പെടെ മൂപ്പൻ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കേട്ടു നോക്കാം. 100% ഏറ്റെടുക്കുന്നു. നാളെ രാവിലത്തേക്ക് ചെയ്യാനുള്ള വീഡിയോ കണ്ടന്റ് ഒക്കെ നാളെ ചെയ്ത് നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ഈ ഒരു സാധനം ചലഞ്ച് ഏറ്റെടുക്കുന്നു. നിങ്ങളോട് നേരിട്ട് സംവദിക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങളുടെ ഇൻബോക്സിന്റെ അകത്ത് വന്നിട്ട് മെസ്സേജ് അയക്കാനും താല്പര്യമില്ല. അതോടൊപ്പം തന്നെ എന്റെ നമ്പർ നിങ്ങളുടെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്റെ നമ്പർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്നേക്കാം. അതോടൊപ്പം തന്നെ ഇനി വരാൻ താല്പര്യമുള്ള യൂട്യൂബേഴ്സ് ഒക്കെ വരികയും ചെയ്യും. അപ്പം നിങ്ങൾ പറഞ്ഞ കണക്കിന് ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ ആയിരിക്കരുത്. ഈ ഒരു സാധനം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ, അഥവാ 4 ആള് കൂടുന്നിടത്ത് തന്നെയാണ് മാരാരെയും കിട്ടേണ്ടത്. 4 ആള് കൂടുന്ന സ്ഥലത്ത് മാരാർ എത്രയൊക്കെ ആൾക്കാരെ കുറിച്ച് ഇത്ര ഒരുപാട് പേരെ വിളിച്ചു വരുത്തി ഭക്ഷണം തരാനെന്നൊക്കെ പറയും. നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ട മാരാരെ. കാരണം നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിച്ച് പോകാനും പറ്റും. അതുകൊണ്ട് മാരാരുടെ ചെലവിലുള്ള ഭക്ഷണം കഴിക്കാനും തീരെ താല്പര്യമില്ല. പിന്നെ മാരാർ എല്ലാ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അർദ്ധരാത്രി നട്ടപ്പാതിരാത്രിക്ക് വന്ന് ലൈവൊക്കെ ഇട്ടിട്ടൊക്കെ പോയി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് നമ്മുടെ സമയത്തിനല്ലേ മറുപടി തരാൻ പറ്റുള്ളൂ. മാരാര് നട്ടലുറപ്പിന്റെ തീരുമാനം എടുക്കുന്നത് നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ദിവസം നമ്മൾ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടാണോ നട്ടലിന്റെ തീരുമാനം എടുക്കുന്നത്? ഇപ്പം സമയം 11:47. കുറച്ച് മുമ്പ് ഒരു സംഭവം ഇത് എനിക്ക് വിളി വന്നു. ഇതുപോലെ സാധനം പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആരും മറുപടി കൊടുക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ എന്താ പട്ടികയുടെ വിലയില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വന്നു പറഞ്ഞിട്ട് ഇട്ട ഓൺ ദ സ്പോട്ട് തന്നെ എന്തായാലും ജോലിയുടെ ഇടയിൽ തന്നെയാണ് ഞാനിപ്പോ ഈ ഒരു ഇത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മാരാർക്ക് മാത്രമല്ല ഈ ബാക്കിലിരിക്കുന്ന സാധനം ഉള്ളത്, നമുക്കുണ്ട്. നട്ടൽ തന്നെയാണ് അതിന്റെ പേര്. അതുകൊണ്ട് കൂടുതൽ ട്രിഗർ ആവണ്ട. എന്തായിരുന്നാലും എനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തന്നെയാണ്, സംവദിക്കാൻ തന്നെയാണ് താല്പര്യം. അതിന് ഓക്കെ, മൂപ്പൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഓപ്പൺ ആയിട്ട് തന്നെ വെക്കുക. ഒരു മീഡിയാസിന് എല്ലാവരും കൂടെ വെച്ചിട്ട് ചോദിക്കാം. നമുക്ക് ചോദിക്കാം. നിങ്ങൾ പറയുന്നല്ല ഭയങ്കര റീച്ച് ആയിരിക്കും, മറ്റേതാണ് സംഭവമാണെന്ന്. നിങ്ങൾ തന്നെ ഒരു വായിൽ തന്നെ 2 വർത്താനം പറയായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ശരിയായിരിക്കും, നമുക്ക് തന്നെ ആയിരിക്കും റീച്ച് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ സംസാരിച്ച് തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എടുക്കുന്നില്ലെന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് വാ. നിങ്ങൾ ഈ പോകുന്നതിന് മുന്നേ ഫോണിൽ വിളിച്ചിട്ടുള്ള ഒരു കാര്യവും, നിങ്ങൾ ഈ പട്ടിയുടെ വില കൊടുത്ത ഈ കൂട്ടുകാരുണ്ടല്ലോ, അവന്മാരെ കൂടെ വിളിച്ചുകൊണ്ടോ അമ്മാരത്തൂടെ ചോദിക്കാം. അമ്മാർ ഈ എപ്പോഴും നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും നിന്ന് സംസാരിക്കാതിരിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം മേ ബി അവന്മാർക്കായിരിക്കും മേ ബി നട്ടലില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവന്മാർ ഈ ഒളിച്ചും പാത്തും നിന്നമാര് പറയുന്നില്ല പട്ടികളുടെ വില പോലും കൊടുക്കുന്നത്. അവന്മാരെ ആദ്യം വിളിച്ചുകൊണ്ട് അവന്മാരെ ഇവിടെ മുമ്പിലെടുത്ത് നമുക്ക് നോക്കാം. അന്നേരം ആർക്കാണ് ശരിക്കുള്ള പട്ടിയുടെ വില കൊടുക്കുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടുള്ള സമയം നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻബോക്സിൽ ഒന്നും സമയവും കാലവും നിശ്ചയിക്കേണ്ട താല്പര്യം എനിക്കില്ല. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം അറേഞ്ച് ചെയ്തോളൂ. നമുക്ക് നേർക്ക് നേരെ നിന്ന് സംവദിക്കാം. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായി പ്രവർത്തിച്ച കാര്യങ്ങളും അടക്കം പിന്നെ കുറെ അധികം ആരോപണങ്ങൾ നിങ്ങളുടെ മേലെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിന്ന് നിങ്ങൾ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ട് വന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ അടക്കം പല കാര്യങ്ങളും നേർക്ക് നേരെ തന്നെ ചോദിക്കാനുണ്ട്. അതെ, നിങ്ങൾ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് മെഡിക്കൽ റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് സാമാന്യ ബോധവും വിവരവും ഉള്ളവരാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പുറത്തെ കാര്യം അറിഞ്ഞിട്ടാണ് വന്നതെന്ന്. നിങ്ങൾ പുറത്ത് പോയി ആരെയും വിളിച്ചെന്നും സംസാരിച്ചെന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്തോ ആയിക്കോട്ടെ, അത് കാണുന്ന ഒരാൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വിഷയത്തെ പറ്റി ശോഭ ഇപ്പോഴും ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആരും ഏറ്റുപിടിക്കാഞ്ഞതും വലുതായിട്ട് കുത്തിപ്പൊക്കാഞ്ഞതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. കാര്യം എന്താ പറയണ്ട, ഓരോ സീസൺ വരുമ്പോൾ ഓരോ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം കുറെ കാര്യങ്ങൾ കണ്ട് കുത്തിപ്പൊക്കാതിരിക്കാൻ നോക്കും. കുറെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് വിട്ടേക്കും. നിങ്ങളുടെ പല പ്രശ്നങ്ങളും അതിനകത്ത് കുത്തിപ്പൊക്കാവുന്ന കേസുകളാണ്. അതുപോലും നിങ്ങളുടെ ഫൈനൽ സമയത്ത് നമ്മൾ വിട്ടയാണ്. എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. ശോഭയുടെ അച്ഛൻ വന്നത് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. വളരെ വൃത്തികെട്ടൊരു കാര്യമാണ്. ഇവിടെ ഉള്ള പല യൂട്യൂബേഴ്സിനും അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. എന്നിട്ട് പോലും അത് പോട്ട്, കാര്യം ഫിനാലയിലോട്ട് അടുക്കുവാണ്. നിങ്ങളെ വെറുതെ ഒരു നെഗറ്റീവ് ഉണ്ടാവണ്ട എന്നും പറഞ്ഞുള്ള രീതിയിൽ വിട്ടുകളയുന്നതാണ് പല കാര്യങ്ങൾ. നിങ്ങൾ വലിയ മഹാനാന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അതിനകത്തോട്ട് കയറിയെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്കത് പൊളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓപ്പൺ ആയിട്ട് നമുക്കൊരു ഡിബേറ്റ് വയ്ക്കാം. അന്നേരം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാം. നിങ്ങൾ എങ്ങനെയാണ് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതെന്ന് എടുത്തത് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ അറിവ് വെച്ചിട്ട് എന്താണ്. അപ്പം നിങ്ങളത് ഓപ്പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നതാണ് ന്യായമെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചു തരും. അത് നേർക്ക് നേരെ തന്നെ ചോദിക്കുകയും ചെയ്യും. സ്ഥലവും കാലവും ഒക്കെ നിശ്ചയിച്ചിട്ട് എന്തായിരുന്നാലും ബിഗ് ബോസ് വരാൻ വേണ്ടിയിട്ട് പോകുന്ന 10-ാം തീയതി. അപ്പം ഇതിനിടയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ സമയം തീരുമാനിച്ചാൽ മതി.
ഞാൻ എന്തായിരുന്നാലും ഈ മാസം 9-ാം തീയതി വരെ ഞാൻ നല്ല തിരക്കായിരിക്കും. കാരണം നിങ്ങൾക്ക് മാത്രമല്ല തിരക്ക്, നമുക്ക് ജോലി തിരക്കാണ് കേട്ടോ, ജോലിയുടെ തിരക്കാണ്. അപ്പൊ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മാരാരെ ഫിക്സ് ചെയ്തോളൂ. തീർച്ചയായിട്ടും നമുക്കത് കാണാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴി അറിയിക്കാം. നാളെ വിശദമായൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൂപ്പന്റെ കാര്യത്രേ ഉള്ളൂ. മൂപ്പനും വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാരാർ ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ പട്ടികളാണ് മറ്റേതാണ് അവന്മാർ റീച്ചിന് വേണ്ടിയ മൈൻഡ് ഉണ്ടെന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്ന് ഊഹിച്ചു നോക്കുക. മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങളെ പറ്റി പറയണത് ഇങ്ങനെ അയക്കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും? അതായത് ബിഗ് ബോസിലൊക്കെ പോയി തിരിഞ്ഞ് എവിടെ തിരിഞ്ഞ് നടന്നൊരുത്തേ ബിഗ് ബോസിലൊക്കെ പോയി ചുമ്മാ മുണ്ട് പോക്കിയിട്ടാണ്ട് ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടി അവൻ ചുമ്മാ വായി തോന്നുന്ന വിളിച്ച് പറഞ്ഞു നിന്ന് നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ കേട്ട് കഴിഞ്ഞാൽ അവർക്കത് കൊള്ളുമായിരിക്കും, നിങ്ങൾക്കത് കൊള്ളത്തില്ലായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തൊഴിൽപ്പെട്ടിയല്ലേ. അപ്പം അതെങ്ങനെ ഇരിക്കും? അപ്പം അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. എല്ലാവരും ഈ പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, അതങ്ങ് നിർത്ത്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വില കളയുക. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ജോജു ജോർജുമായിട്ട് കമ്പനി കൊണ്ട് എടുക്കുന്നുണ്ടെന്ന്. എടേ നിങ്ങളൊരു കാര്യം ആലോചിക്കേ, നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് കിട്ടിയ ഫ്രണ്ട്സിനെക്കാട്ടും വലുതായ മറ്റേ എന്താ പറയണ്ട അതിനെക്കാട്ടും ചെറിയ ആളായിരുന്നു ജോജു ജോർജ് എന്ന് പറഞ്ഞാൽ. കാര്യം നിങ്ങളൊരു പടം എടുത്തിട്ട് നിങ്ങൾ തമ്മിൽ ജോജു ജോർജുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. ജോജുമായിട്ട് ആ വ്യക്തി നിങ്ങൾ മറ്റേ ഇൻസ്റ്റയിൽ നിന്ന് അൺഫോളോ ചെയ്യുകയും നിങ്ങൾ ആ വ്യക്തിയായിട്ട് പിന്നെ ഒന്ന് കാണാതെയും ഫോട്ടോ എടുക്കാതെയും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ നിന്ന് തന്നെ പോകുന്ന കാര്യങ്ങളാണത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളും ആ പുള്ളിക്കാരനുമായിട്ട് വലിയ കമ്പനി ഇല്ലെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ പലയിടത്തും പോയിട്ടുണ്ടെന്നാണ് മിക്ക ആൾക്കാരും പറയണത്. അതെന്തൊക്കെയോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഇറങ്ങിയ സമയത്ത് ജോജുവിന്റെ പുറകെ പോവുകയും വീട്ടിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ അത് വെച്ച് റിയാക്ട് ചെയ്തതാണ്. എന്തുകൊണ്ട് നിങ്ങളിപ്പം കാണുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും ചോദിക്കും. ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഡൗട്ട് അടിക്കും. ഇപ്പോൾ എന്തോ പറ്റി, ജോജുവിൻ്റെ കൂടെ പടം ഒന്നും ചെയ്യുന്നില്ലേ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, വന്നപ്പം കൂടെ നിന്നായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ ജോജുവിനെ അൺഫോളോ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും തോന്നും അത് കാര്യം എന്താണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ മിണ്ടുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. ബിക്കോസ് നിങ്ങളൊക്കെ ഭയങ്കര എന്താ പറയണ്ട സെലിബ്രിറ്റീസ് അല്ലേ. അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഭയങ്കരമായിട്ട് നോക്കുന്ന കാര്യമാണ്. അഫ്കോഴ്സ് നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. പിന്നെ നിങ്ങളത് ഭയങ്കര സംഭവമായിട്ടില്ല, ഞാൻ ചോദിച്ചേട്ടൻ ഇന്നലെ വിളിച്ചു മെനഞ്ഞാന്ന് വിളിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നമുക്കാർക്കും അത് അങ്ങനെ തോന്നുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതിനകത്തായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഒരാളോട് സഹകരിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തോട്ട് വെറുതെ ഇൻട്രൂഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ഡിബേറ്റിന് നിങ്ങൾ വിളിക്ക്. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു എന്താ പറയണ്ട ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ നിങ്ങൾ മീഡിയാസിനെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങൾ നമുക്കടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് ഇനി പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാലേ നിങ്ങൾ റിപ്ലൈ തരത്തുള്ളൂ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചവരും പേഴ്സണലി നിങ്ങളുടെ ഫോണിൽ വിളിച്ചവരെ പോലും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ടാണ് ഇനി ആ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എത്ര മെസ്സേജസ് ഈ അടക്കം വന്നു കാണും. ഇതെല്ലാം നിങ്ങൾ ഇരുന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ പറ ബ്രോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ പറയുന്ന കുറെ ഫാൻസ് ഉണ്ട്, കുറെ വിവരമില്ലാത്ത കുറെ നാറികൾ. ഇവന്മാർ വന്ന് എന്നെ ഉൾപ്പെടെ മെൻഷൻ ചെയ്ത് കുറെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എന്നെ മൂപ്പനെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് നിനക്കൊന്നും ഇപ്പം നാക്കില്ലടാ മറ്റേതാ മറിച്ചൊക്കെ പറഞ്ഞ കുറെ ചീത്തയൊക്കെ വിളിച്ചിട്ട് മുഖം പോലും കാണിക്കാനായിട്ട് ധൈര്യമില്ലാത്ത നാറികൾ. അങ്ങനെ തന്നെ പറയത്തുള്ളൂ. നിനക്കൊക്കെ മുഖം കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ നീയൊക്കെ നേരിട്ട് വന്നിട്ട് നീയൊക്കെ ചീത്ത വിളിക്കണമെങ്കിൽ നേരിട്ട് വാ, അന്നേരം അതിനുള്ള മറുപടി നിനക്കൊക്കെ തരാം. നിനക്കൊക്കെ അങ്ങനെ ചീത്ത വിളിക്കാനൊക്കെ ആണെങ്കിൽ നീയൊക്കെ സപ്പോർട്ട് ചെയ്തോ. പക്ഷെ ഈ ഒളിച്ചും പാത്തും വന്നിരുന്ന് കമന്റ് ഇടുക, ചീത്ത വിളിക്കുക, മെൻഷൻ ചെയ്യുക. ഇല്ല, നേരത്തെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, ആ പുള്ളിക്കാരന്റെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇടും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒളിച്ചും പാത്തും വന്ന് ചീത്ത വിളിക്കുക. കാര്യം റിയൽ ഫേസ് ഇല്ല, കാര്യം ഫേക്ക് ഐഡിക്കകത്തുനിന്നാണ് വരുന്നത്. അതേപോലുള്ള പരിപാടികൾ കാണിക്കാതെ നീയൊക്കെ ഒറിജിനൽ ഐഡിയിൽ വാ, അല്ലെങ്കിൽ നീയൊക്കെ വന്ന് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ നീയൊക്കെ നേർക്ക് നേരെ വന്ന് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.